എന്നോട് സംസാരിക്കാൻ പറ്റുമോ? ഓ മൈ ഗോഡ്, ഇതെന്ത് വായിക്കുന്നത്? ആരത്? ഈ സൗണ്ട് വന്നിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തുനിന്ന് വന്നിട്ട് എൻ്റെ ബാഗിൽ തള്ളി എൻ്റെ ദൈവമേ, മൊത്തം പിടിയായി. ഇപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം. ജനലിൻ്റെ പരിപാടി. ഇവിടുന്ന് സൗണ്ട് ഇട്ടോണ്ടിരുന്നു. എൻ്റെ ദൈവം, എന്തോ ഇത്. ഞാനിപ്പുറത്തുനിന്ന് അപ്പുറത്ത് പോയോ? ഈ കഥയൊക്കെ കൊട്ടി നല്ല ശീലമുണ്ടല്ലോ. എൻ്റെ ദൈവമേ, ഓ മൈ ഗോഡ്, എന്തോ സ്ഥലമാണ് ഇതൊക്കെ. ഓഹോ, വാട്ട. ഗൈസ്, നമ്മൾ ആ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇവിടെ വന്നിരുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതിൻ്റെ മേത്തോട് മണ്ണൊക്കെ വരുന്നു മേളിൽ നിന്ന്. ആര് കല്ലൊക്കെ വലിച്ചെറിയുന്നേ? അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. ആരോടെ നിൽക്കുന്ന കൂട്ട്. വലിച്ചു കൊണ്ടിട്ട് ആരാ നിൽക്കുന്നത്? എൻ്റെ ദൈവമേ. ഹലോ, ആരത്? എക്സ്ട്രീം ക്യാപ്ചർ. ഹലോ, ഹലോ ഹലോ, എന്തോ മണ്ണ് ക്യാപ്ചർ ചെയ്യാൻ സമയത്തില്ല. ഹലോ, എൻ്റെ ദൈവമേ, മണ്ണ്. ഹലോ, എന്തോ പറയുന്നേ? ഓ മൈ ഗാഡ്. ഹലോ, എക്സ്ക്യൂസ് മീ. ഇത്രയൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് നിന്നെ കുറെ പേര് വന്നിട്ട് നീ ഫേക്കാന്നൊക്കെ പറയുന്നുണ്ട്. അവന്മാരുടെ വായിലൊന്നും അടിച്ചു കൊടുക്കാൻ പറ്റില്ല നിനക്കൊണ്ട്. എൻ്റെ ദൈവമേ. അവിടെ ക്ലിയർ ആയിട്ട് കണ്ടേ സംഭവം. അവിടെ ക്ലിയർ ആയിട്ട് കണ്ടേ അവിടെ നിൽക്കുന്നതായിട്ട്. ആ ക്യാമറ നിൽക്കുന്ന ക്യാപ്ചറായി കാണും. അതിൽ ക്ലിയർ ആയിട്ട് കണ്ടേ അവിടെ നിൽക്കുന്നതായിട്ട്. നിന്നെക്കുറിച്ച് ക്യാപ്ചർ ചെയ്ത് ഫ്രണ്ട് കാണിച്ചാലും കുറേ പേര് വന്നിട്ട് നീ ഫേക്കാണെന്നും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെയൊക്കെ വായിൽ നിന്ന് അടിച്ചു കൊടുക്കാൻ പറ്റും. ദൈവമേ, തലയിപ്പോൾ പൊളി. ഞാൻ
എങ്ങനെയാണ് ഒരേ സമയം ഇത്രയും സൗണ്ട്? ഇത്ര ഹൈറ്റിൽ നിന്നൊക്കെ ഇത് എങ്ങനെയാണോ സാധിക്കുന്നത്? അമിതാഭ് ബച്ചൻ ഉണ്ടായ പ്രേതവും കണ്ടോ? എക്സ്ട്രീം ക്യാപ്ചർ. ഹലോ ഹലോ ഹലോ, എന്തോ മണ്ണ് ക്യാപ്ചർ ചെയ്യാൻ സമയത്തില്ല. ഹലോ ക്യാമറ ലൈറ്റ് നോക്കുക. ശരിക്കും ചൂടായി ലൈറ്റ്. ചാർജ് ഒരു പോയിന്റേ ഉള്ളൂ. ചാർജ് ഒരു പോയിന്റേ ഉള്ളൂ. എൻ്റെ ദൈവം, ഇതെങ്ങനെ? നിനക്ക് ഈ ബാറ്ററി ചാർജ് നിനക്ക് കുറയ്ക്കാൻ പറ്റുന്നുള്ളൂ. നിനക്കവിടെ പറ്റുവാണെങ്കിൽ ഈ ജനൽ ഒന്നും അടിച്ചു കാണിക്കാമോ? ഈ ജനൽ ഒന്നും കൂടി അടിച്ചു കാണിക്കാൻ പറ്റും നിനക്ക് പറ്റുവാണെങ്കിൽ. നിനക്ക് കഴിവുണ്ടെങ്കിൽ, നിനക്ക് പവർ ഉണ്ടെങ്കിൽ ഈ ജനൽ ഒന്നും കൂടി അടിച്ചു കാണിക്കാൻ പറ്റുമോ? ഇതുണ്ട്. ഒന്നും കൂടി അടിച്ചു കാണിക്കാം, ഒന്നും കൂടി. ദൈവമേ, ഗൈസ് വന്നിട്ട് ഈ ചാർജ് ഫുൾ ചാർജ് ഉണ്ടായിരുന്നു. നമ്മളൊരു 20 മിനിറ്റുള്ളിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്കാണ് എൻ്റെ ചാർജ് കംപ്ലീറ്റ് ഡ്രെയിൻ ആയി. എനിക്കൊരു പിടുത്തമില്ല. ശരിക്കും ഹീറ്റ് ആവുന്നുണ്ട് ആ ഈ സാധനം. എന്തോ ഹലോ, സ്റ്റോപ്പ്. നല്ല ആൻസറിനുള്ളത്. എങ്ങനത്തെ കയറുന്നേ? തൂങ്ങി കിടക്കും. ദൈവമേ, എടാ തൂങ്ങി കിടക്കോടാ. എടാ നകത്തോട്ട് കയറ്റി വിടറാ. അയ്യോ, സൗണ്ട് എവിടെ നിന്നൊക്കെ വരുന്നേ? എൻ്റെ ദൈവമേ, എക്സ്ട്രീം ലെവൽ ക്യാപ്ചറിങ്, എക്സ്ട്രീം ലെവൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു സെക്കൻഡത്തൊക്കെ ആ ജനാലെ തൂങ്ങി കിടക്കുക. വവാലിൻ്റെ കൂട്ട് കയറി വരാൻ പോലും പറ്റത്തില്ല. അകത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്, പുറത്തുനിന്ന് ഭയങ്കര സൗണ്ട്. എൻ്റെ ദൈവമേ, ഇപ്പോൾ ഉണ്ട് 3 ഇത് കാണിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് റെഡ് ലൈറ്റ് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം വീണ്ടും 3 കാണിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല. മറ്റേ ടോർച്ച് എന്ത് ചെയ്യാൻ ചോദിച്ചു. ടോർച്ചിൻ്റെ കൂത്ത് തീർന്നു. ആ ഒരു വീടിൽ ഉപയോഗിച്ചുള്ളൂ ടോർച്ച്. അത് എനിക്കറിയത്തില്ല. പൊടി സോറി, അതിൻ്റെ പവർ ഇപ്പം ഇല്ല. അത് വന്നിട്ട് വർക്കാൻ വന്നില്ല ആ ടോർച്ച്. ഇപ്പോൾ ചാർജ് കയറുന്നില്ല ടോർച്ചിനകത്ത്. ഇപ്പം ഗൈസ് വേറെ കാര്യമുണ്ട്. എന്താ പറയുക, വീഡിയോ അത് ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതിനേക്കാളും റിസ്ക് എടുക്കുന്നതിനേക്കാളും കുറേ പേര് വന്നിട്ട്, ചില ആൾക്കാർ വന്നിട്ട്
അതിൽ കൂടുതൽ കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഫേക്കാന്ന് ഉടായ്പാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞ് നിൽക്കുക കേട്ടോ. കോഴി കൂടുതൽ സൗണ്ട് കേട്ടാണ്. പിന്നെ കുറച്ച് കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാം. കുറച്ച് നേരമായിട്ട് വലിയ സൗണ്ടും കാര്യമൊന്നും കേൾക്കുന്നില്ല. ഓക്കെ, പൈസ കറക്റ്റായിട്ട് ഇവിടെ കണ്ടത്. കറക്റ്റാണ് ഇവിടെ രൂപത്തെ കണ്ടത്. ഇങ്ങനെ കയറിപ്പോന്നെ കണ്ടത്. ദൈവമേ, പൈസ ഇവിടെ വന്നിട്ട് ആ പുള്ളിക്കാർ വീണ് വെച്ച കിണറുണ്ട്. ഞാനാണെങ്കിൽ ആ കിണറും കാണാം. അത് ഇതെവിടാ? അയ്യോ, ദൈവം തമ്പുരാനെ. പൈസ ആ കിണർ എവിടാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് നോക്കട്ടെ ഫുള്ള്. വീണ്ടും ഇതിൽ തന്നെ ഇറങ്ങണം. ദൈവമേ, ആ പൊട്ട കിണർ എവിടെയാണെന്ന് ഒരു പിടുത്തമില്ല. കാല് തന്നെ ഞാൻ വീഴായിരുന്നു അകത്തോട്ട്. കാട്ടുപന്നിയോ? എൻ്റെ പൊന്നോ, ബാത്റൂമാണ് വേണ്ടത്. ഇത് ശവക്കല്ലറിയോ? സൗണ്ട് അവിടുന്ന് കേൾക്കുന്നത്. അമ്പോ, അമ്പോ, ബ്രഹ്മാണ്ഡമായിട്ടുള്ള ബിൽഡിംഗ് ആണിത്. ആ കിണർ എവിടെയാണെന്ന് സൂക്ഷിച്ച് നടക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. ഇതിൻ്റെ ലൈൻ കമ്പിയൊക്കെ പൊട്ടിക്കിടക്കുന്നു. ദൈവം നമ്പുരാനെ, കറണ്ട് വല്ലതും ഉണ്ടോ? ഇത് ഒരു കോപ്പ്. എന്തുവാടത്? പന്തോ? എൻ്റെ ദൈവമേ, അസ്ഥികൂട്. അസ്ഥിയല്ലേ ഇത് കിടക്കുന്നത്? എന്തിൻ്റെ ഇത്? ഇതുകൊണ്ട് അടുത്തത്. ഓ, അസ്ഥിയല്ലേ കിടക്കുന്നേ? വേണ്ട, കൈയൊന്നും എടുക്കണ്ട. ഇതുകൊണ്ട് പല്ലൊക്കെ. എനിക്ക് എത്ര എണ്ണോടി വരുന്നത് അസ്ഥികൂടങ്ങള്? വേണ്ട വരണോ? അങ്ങോട്ടൊന്നും പോയി. അസ്ഥികൂടം, ഇത് അസ്ഥികൂടം എന്നല്ല, എന്ത് തലയോട്ടി. ഇത് എവിടുന്നത് ഇത്ര ടൺ കണക്കിനൊക്കെ വരുന്നത്? സ്ഥലം എന്തോ ഇപ്പൊ ഇത്? അത് മനുഷ്യൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. ഏതോ മൃഗത്തിൻ്റെ ആണ്. ഹലോ, എന്തോന്നറിയില്ല ഇവിടെ നടക്കുന്നത്. ദൈവമേ, എന്തോ ആണത്? കല്ലിനുണ്ടായവനെ. പൈസ കിണർ ഇവിടെ ഉണ്ട്. എന്തോ ആണോ കിണർ? ഇത് കിണറല്ലത്.
ഇപ്പം എന്തോ വെള്ളത്തിൽ വീഴുന്ന സൗണ്ട് കേട്ടില്ല ഇപ്പം എന്തോന്ന് വെള്ളത്തിൽ വീഴുന്ന സൗണ്ട് കേട്ടില്ലേ? കിണറ് എന്തോ ദൈവമേ എന്തോ അത് അയ്യോ എന്തോ അത് ഹലോ ഈ കിണറ്റിൽ അങ്ങനെ വീണ് മരിച്ചത് ദൈവമേ ഇതില്ല ഗുണാക്കേ കൂട്ടാണല്ലോ എൻ്റെ ദൈവമേ എൻ്റെ പൊന്നു മക്കളെ എന്തോ ഇത് എൻ്റെ മോനെ അയ്യോ ഇവിടെ ഇറങ്ങാൻ പറ്റുമോ എനിക്ക് ഇറങ്ങണോ റിസ്ക് ആണോ